കാര്യങ്ങൾ നല്ല മണിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞടാ. എടോ പറയാൻ. പറയാം, ഞാൻ പറയാം. ആ അതാണ്. അപ്പോ എന്റെ പണി വളരെ എളുപ്പമായി. എന്നാ തുടങ്ങിക്കോ. എന്റെ കൂടെ വർക്ക് ചെയ്ത് ജൂനിയർ ഡോക്ടറായിരുന്നു എമിലി. കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു. എന്ന് വെച്ചാ ഭാര്യയായിട്ട്, അല്ലെങ്കിൽ ഭാര്യയെ പോലെ? അതെ, ലൈക്ക് മൈ വൈഫ്. അപ്പോ നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നില്ലേ? ഇല്ല. ആ മിടുക്കൻ. എന്നിട്ട്? പക്ഷേ അവൾക്ക് മറ്റു പലരുമായും ബന്ധമുണ്ടായിരുന്നു. ഓ അത് ശരി. ആ പറഞ്ഞടാ. ഒരു ദിവസം എന്നോട് വഴക്കിട്ട് അവൾ എവിടേക്കോ ഓടിപ്പോയി, ഏതോ സുഹൃത്തിനൊപ്പം. എന്നിട്ട് നിങ്ങളെന്താ പോലീസിൽ പരാതി നൽകാത്തത്? ഓ, പരാതി നൽകാൻ അവൾ നിങ്ങളുടെ ഭാര്യയൊന്നും അല്ലായിരുന്നല്ലോ അല്ലേ? സാറേ, ഇവനിപ്പോ വേറെ കല്യാണം കഴിച്ചതേ ഉള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഓ അത് ശരി, അത് കൊള്ളാമല്ലോ. എന്നിട്ട് ആ സ്ത്രീ എവിടെ? അകത്തുണ്ട്. വിളിക്ക്, ഇയാളുടെ ഭാര്യയെ വിളിക്ക്. ഒന്ന് ചെന്ന് വിളിച്ചോണ്ട് വാ അമ്മച്ചി. ഇതെങ്കിലും നിയമപരമായിട്ടാണല്ലോ അല്ലേ? യെസ്, രജിസ്റ്റർ മാരേജ്. ആ അത് കിടുക്കി. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. കുറച്ചു നാൾ മുൻപ് പത്രത്തിൽ വായിച്ചൊരു കേസാ. ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലിരുന്ന ഒരു പേഷ്യന്റ് പെട്ടെന്ന് അങ്ങ് ചത്തുപോയി. ശരിയല്ലേ? മോളെ, എന്താ അമ്മ? മോളെ, അവിടെ മോളെ അന്വേഷിക്കുന്നു. ആര്? സിദ്ധാർത്ഥനോ? അല്ല, പിന്നാരാ? പോലീസ്. പോലീസോ? മോളൊന്ന് വേഗം വാ, മോളെ വിളിച്ചോണ്ട് വരാൻ എന്നെ പറഞ്ഞയച്ചതാ. വാ മോളെ, വാ. സാർ, ഇതാ ഇവന്റെ ഭാര്യ. നീയോ? എന്റെ പുണ്യാളച്ച, ഞാൻ എന്തുവായി കാണുന്നത്? കൊള്ളാം, നിന്റെ കല്യാണക്കാരിയൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ ഇവിടെ നിന്നെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ചെല്ലുന്നിടത്തൊക്കെ പോലീസ് സ്റ്റേഷൻ പണിയേണ്ട അവസ്ഥയാണല്ലോ അരുന്ധതി. നിങ്ങൾ ഞെട്ടണ്ട, ഞങ്ങൾ തമ്മില് ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇല്ല അരുന്ധതി? സുഗുണപാലൻ സാർ എന്താ ഇവിടെ? ഓ ഒന്നുമില്ല, ചുമ്മാ വെറുതെ ഒരു അന്വേഷണത്തിന് വന്നതാ. ചിലപ്പോ നിനക്കത് അറിയാൻ വഴിയില്ല. നീ വരുന്നതിന് കുറച്ചു കാലം മുൻപ് ഡോക്ടറുടെ ഭാര്യയെ പോലെ വേറൊരു പെണ്ണ് ഇവിടെ താമസിച്ചായിരുന്നു. അത് നിനക്കറിയാവോ? ഇല്ല, എനിക്കറിയില്ല. ആ എന്നാ പിന്നെ ഇപ്പൊ അറിഞ്ഞല്ലോ. ആ പെണ്ണിനെ കാണാനില്ലെന്നും പറഞ്ഞ് അതിന്റെ അപ്പനും അമ്മയും കൂടെ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഇനി പോലീസ് വേണം അതിനെ തപ്പിയെടുത്ത് അവർക്ക് കൊടുക്കാൻ. ഇപ്പൊ നിനക്ക് കാര്യം പിടികിട്ടിയോ എമിലി? ആ പെണ്ണിനെ തപ്പിയാ ഞാനിവിടെ വന്നത്. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? വല്ല വിവരം കിട്ടിയോ? അതിന് ഈ ഡോക്ടർ വല്ലതും പറയണ്ടേ? ഡോക്ടറെ, എമിലിക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞേ പറ്റൂ. ആരുടെ കൂടെ എപ്പോ എവിടെ പോയി, കൃത്യമായ തെളിവും സാക്ഷിയും ഉൾപ്പെടെ സത്യം ഡോക്ടർ ബോധ്യപ്പെടുത്തിയേ പറ്റൂ. ഡോക്ടർക്ക് ഞാൻ ഒരു ദിവസത്തെ സമയം തരും. നാളെ ഡോക്ടർ ഈ പറഞ്ഞ തെളിവുകളുമായിട്ട് എന്റെ ഓഫീസിലെത്തണം. രാവിലെ കൃത്യം 10 മണിക്ക്. മനസ്സിലായല്ലോ? വരാം. പിന്നെ എന്നെ ഇങ്ങോട്ട് വരുത്തിയാലുള്ള ഗുണം എന്നതാന്ന് അരുന്ധതിക്കറിയാം. ചോദിച്ചാ മതി. അവൻ വരും സാറേ, വരും. എന്താ ഡോക്ടറെ, വരില്ലേ? ആ വരാം. അപ്പോ ഞാൻ ഇറങ്ങിയേക്കുവാ. അരുന്ധതി, ഓൾ ദി ബെസ്റ്റ്. അല്ലെങ്കിൽ അത് വേണം, ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. ഡോക്ടറെ, തന്റെ അവസാനത്തിനാ ഈ ഐറ്റത്തിനെ താൻ കെട്ടിയത്. താൻ സൂക്ഷിച്ചോ. എന്നെക്കാളും വലിയ പോലീസ് ബുദ്ധിയായവർക്ക്. ഒരുത്തൻ ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സ്നിഫർ ഡോഗിനെക്കാളും ഡേഞ്ചറസ് ആണ് തന്റെ ഈ ഭാര്യ. എന്നാ പോട്ടെ. സാറൊന്ന് നിന്നേ. സാർ പറഞ്ഞത് ശരിയാ.
പോലീസ് ഡോഗിനേക്കാൾ വേഗത്തിൽ എനിക്ക് അപകടം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഒരു അംഗീകാരമായിട്ട് തന്നെ ഞാനത് എടുക്കുക. പക്ഷേ ഈ അന്വേഷണം ഒതുക്കി തീർക്കാൻ സാർ ശ്രമിച്ചാൽ വിജയന് പിന്നാലെ സാറും ജയിലിൽ പോകും. അത് സാരമില്ല. പക്ഷേ അതിനു മുൻപ് ദേ ഇവന്റെ കൂടെ പുറത്തവൾ എങ്ങോട്ട് പോയിന്ന് നീ കണ്ടുപിടിക്കും. കാണട്ടെ നിന്റെ മിടുക്ക്. അല്ല, നീ ഇറങ്ങണം അരുന്ധതി. ഇവിടെ നിനക്ക് ഇറങ്ങി കളിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. കാരണം ഈ കേസിന്റെ മറ്റേ അറ്റത്ത് അഡ്വക്കേറ്റ് ശ്രീലേഖ. ഇനി ഫൈറ്റ് നിങ്ങൾ തമ്മിലായിരിക്കും. അപ്പൊ ശരി, കാണാം. ആ പിന്നെ ഡോക്ടറെ, പറഞ്ഞതൊന്നും മറക്കണ്ട. നാളെ രാവിലെ 10 മണി. ശരി. അരുന്ധതി, അരുന്ധതി, ഞാനിപ്പോ ആകെ കുഴപ്പത്തിലായിരിക്കും. അയാള് പറഞ്ഞതുപോലെയല്ല സംഭവിച്ചതൊന്നും. അതിന് അയാളൊന്നും പറഞ്ഞില്ലല്ലോ. എമിലിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. സമയമുണ്ട്. 14 ദിവസത്തിനകം എമിലിയെ ഹാജരാക്കിയാൽ മതി. എന്താ പറ്റില്ലേ? അതെങ്ങനെ പറ്റും? എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അറിയില്ല അരുന്ധതിക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയുണ്ട്. എമിലി ആരുടെ കൂടെയാ പോയതെന്ന് കൃത്യമായി പോലീസിനോട് പറഞ്ഞാൽ മതി. അതെനിക്കറിയില്ലല്ലോ, അതല്ലേ പ്രശ്നം. എങ്കിൽ അത് പറഞ്ഞാൽ മതി. പിന്നെ എമിലിക്ക് എന്ത് പറ്റിയെന്ന് പോലീസ് കണ്ടുപിടിച്ചോളൂ. അരുന്ധതി, താൻ എന്നെ സഹായിക്കണം. ഞാനൊരു പാവ. എന്റെ കരിയർ നശിപ്പിക്കാൻ ആരോ മനഃപൂർവ്വം കളിക്കുന്ന കളിയാണിതെല്ലാം. ഞാൻ US പോകുന്നത് തടയാനാ അവരുടെ പ്ലാൻ. ആരാ അവര്? അങ്ങനെ ആരെങ്കിലും സിദ്ധാർത്ഥന് സംശയം ഉണ്ടെങ്കിൽ അതും പോലീസിനോട് പറയാം. അതൊന്നും പോലീസ് വിശ്വസിച്ചില്ലെങ്കിലോ? പോലീസ് മാത്രമല്ല, ഞാനും നിങ്ങളെ വിശ്വസിക്കില്ല. ചില കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളെ സംശയമുണ്ട്. എന്ത് സംശയം? അരുന്ധതിയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വിവാഹ നാടകത്തിന് സമ്മതിച്ചത് തന്നെ. ഇതെങ്ങാനും തന്റെ അച്ഛനും അമ്മയും അറിഞ്ഞാലോ? അവർ തകർന്നു പോവില്ലേ? ഇതൊന്നും അവരറിയാതെ ഞാൻ തന്നെ സംരക്ഷിക്കുന്നില്ലേ? അപ്പൊ പിന്നെ തനിക്കെന്നെ വിശ്വസിച്ചുകൂടെ? ഞാൻ വിശ്വസിക്കാം. നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുൻപ് ഇതിന്റെ അർത്ഥം എനിക്ക് പറഞ്ഞു തരണം. ദാ, നൗഫലിന്റെ വീട്ടിൽ ഈ ചിത്രം കണ്ടത് നിങ്ങൾക്ക് ഓർമ്മയില്ല? എന്നിട്ട് അവിടെ എന്റെ മുന്നിൽ വെച്ച് അത് കാണാത്തതുപോലെ നിങ്ങൾ ഭാവിച്ചു. നീ എന്റെ മുറി കയറിയോ? പറ, എന്റെ മുറി കയറിയെന്നോ? അപ്പോ സ്വന്തം മുറിയിൽ ഈ ചിത്രം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. എന്തിനാ നിങ്ങളിത് സൂക്ഷിച്ചത്? നൗഫലും എമിലിയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? നൗഫലിന്റെ കൂടെയാണോ എമിലി ഓടിപ്പോയത്? അറിയില്ല, എനിക്കറിയില്ല. പക്ഷേ അവൻ പറഞ്ഞു അവൾ എന്തും ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് അടുപ്പായിരുന്നു അവർ തമ്മിൽ. പക്ഷേ അവൾ അവന്റെ കൂടെ പോയെന്ന് എനിക്കറിയില്ല. അവന് അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാ നീ ഇതെടുത്തത്? ഇനി മേലിൽ എന്റെ മുറിയിൽ കയറി പോകരുത്. ഇത് വെച്ച് എന്നെ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആരും കരുതണ്ട. സിദ്ധാർത്ഥ, നിങ്ങൾ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നൗഫലും എമിലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നാളെ പോലീസിനോട് പറയാം. സത്യം പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ എന്റെ പ്രശ്നം അതല്ല സിദ്ധാർത്ഥ. പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? കുട്ടിക്കാലം മുതൽ എന്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചവൻ അവനിപ്പോ ജീവനോടെ ഇല്ല.
അവനെ കൊന്നവരെ കണ്ടുപിടിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല. യഥാർത്ഥത്തിൽ അവനെ കൊന്നവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ മക്കളുടെ അച്ഛൻ ജയിലിൽ പോവും. എനിക്ക് അദ്ദേഹത്തെ രക്ഷിച്ചേ പറ്റൂ. നൗഫലിന്റെ മരണത്തിൽ എമിലിക്കുള്ള പങ്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. Shut up your mouth. താൻ എന്നെ വീണ്ടും കുരുക്കിലാക്കാനുള്ള പുറപ്പാടിലാണോ? ഒരു കാര്യം ഞാൻ പറയാം. തന്നെ ഒന്ന് സഹായിച്ചതുകൊണ്ട് എന്റെ കരിയർ നശിച്ചാ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ എന്തും ചെയ്യും. അതെനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെ ദുശീലങ്ങൾക്ക് അടിമയാണെന്ന് എനിക്കിപ്പോ നല്ലതുപോലെ അറിയാം. ഞാൻ കണ്ടു. അന്ന് മുകളിലെ മുറിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും എല്ലാം ഞാൻ കണ്ടു. ഓ യു അരുന്ധതി, നിന്നെ നീ പോ, എങ്ങോട്ടെങ്കിലും പോ. Shit. അപ്പോ അവിടെയും അവൾക്ക് സമാധാനം കിട്ടത്തില്ല അല്ലേ സാറേ? കൊള്ളാം, ദൈവം വലിയവനാ സാറേ. ഇല്ലെങ്കി അവളെ കറക്കി തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടു തരുമായിരുന്നോ? അത് മാത്രമല്ല വിജയൻ, അവിടെ മറ്റെന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. അവനോടല്ലോ ആ ഡോക്ടർ, അവളുടെ ഇപ്പോഴത്തെ കെട്ടിയവൻ, അവന് മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു കള്ളന്റെ എല്ലാ ലക്ഷണങ്ങളും അവന്റെ മുഖത്തുണ്ട്. ആ പെണ്ണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ സാറിന് അങ്ങനെ തോന്നാൻ കാരണം? എടോ വിജയ, ഒരു കേസ് അന്വേഷിക്കാൻ ചെല്ലുന്ന പോലീസുകാരൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ ക്രൈം നടന്ന സ്പോട്ടിൽ നിൽക്കുമ്പോ നമുക്കതിന്റെ മണം കിട്ടും. എനിക്കവിടെ ആ മണം കിട്ടി. ഒരുപാട് ദുരൂഹതകളുടെ ഒരു കൂടാരമാണ് ആ വീടെന്നാ എനിക്ക് തോന്നുന്നത്. ഒന്ന് നിർത്ത് സാറേ, ഇതെല്ലാ പോലീസുകാർക്കുള്ള സൂക്കേടാ. ഒരു മണം പിടുത്തവും തെളിവുണ്ടാക്കലും. അത് നിനക്ക് പോലീസുകാരെ ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. നീ നോക്കിക്കോ വിജയ, ഈ കേസ് നല്ല ക്ലീൻ ആയിട്ട് ഞാൻ അന്വേഷിക്കും. എന്തിനാ സാറേ? നമുക്ക് പണിഞ്ഞിട്ട് പോയവൾക്ക് തിരിച്ചു പണി കൊടുക്കാൻ കിട്ടിയ നല്ല ഒന്നാന്തരം ചാൻസ് ആണിത്. വെറുതെ മിസ്സാക്കണോ? പക്ഷേ രസം അതല്ല വിജയ. ആ പെണ്ണിന്റെ കേസ് വന്ന് പെട്ടിരിക്കുന്നത് മറ്റവളുടെ കയ്യിലാണ്. നിന്റെ പുതിയ ചേട്ടത്തെ അമ്മയുടെ. അവൾ അവന്റെ ചത്തുപോയ അപ്പൂപ്പന്റെ കുഴിമാടം വരെ തോണ്ടും ആ പെണ്ണിനെ കണ്ടുപിടിക്കാൻ. 14 ദിവസത്തിനകം ആ പെണ്ണിനെ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിലോ? എങ്കിൽ പിന്നെ ആ ഡോക്ടറുടെ ചീട്ട് രണ്ടായിട്ട് അങ്ങ് കീറിയേച്ചാ മതി. ആ അവന്റെ കാര്യം ഇതോടെ അങ്ങ് തീരും. സാറേ, എങ്കിൽ പിന്നെ നമുക്ക് ഇത് വെച്ച് വേറൊരു കളി കളിച്ചാലോ? എന്ത് കളി? എന്താടോ ഇതുവരെ കഴിഞ്ഞില്ലേ? പിന്നെ ലേഖ, എമിലിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആ ഡോക്ടറെ കുറിച്ച് കൂടുതൽ വിവരം എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, പക്ഷേ മറ്റൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് അത്രയ്ക്ക് ശുഭവാർത്തയല്ല. എന്താടോ താൻ പറഞ്ഞ പോലെ എമിലിക്ക് എന്തെങ്കിലും? എമിലിയെ കുറിച്ചല്ല, ആ കേസ് ഇപ്പൊ അന്വേഷിക്കുന്ന ഓഫീസർ നമ്മുടെ ശത്രുപക്ഷത്തുള്ള ആളാ. ആരാ? സുഗുണപാലിന് അന്വേഷണ ചുമതല. അത് കുഴപ്പമാവോ ലേഖ? നമ്മളോടുള്ള വിരോധം കൊണ്ട് അയാൾ ഈ കേസ് അന്വേഷിക്കുന്നതിൽ വല്ല വീഴ്ചയും വരുത്തുവോ? ഈ കേസിന് പിന്നിൽ നമ്മളാണെന്ന് ഇതുവരെ അയാൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ എപ്പോഴെങ്കിലും അയാൾ അറിയും. അയാൾ അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചാലും സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ. വേണമെങ്കിൽ സുഗുണപാലനെ ഞാനൊന്ന് കണ്ട് സംസാരിക്കാം. ഈ കേസ് അട്ടിമറിക്കരുതെന്നും റിക്വസ്റ്റ് ചെയ്യാം. അയ്യോ, അത് വേണ്ട. അയാളുടെ മുന്നിൽ ജേട്ടൻ താഴണ്ട. ACP കാർത്തികേയനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻക്വയറി അയാൾ മോണിറ്റർ ചെയ്തോളൂ. ഇനി സുഗുണപാലിനെ കണ്ടാൽ തന്നെ ജേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ശരി, എന്നാ താൻ തന്നെയെല്ലാം നോക്കിയാൽ മതി. പക്ഷേ ലേഖ, എത്രയും വേഗം എമിലി എവിടെയെന്ന് ചോദ്യത്തിനും ഉത്തരം കിട്ടിയേ തീരും. ശരി ചേട്ടൻ. എന്താടി മോളെ? കുഞ്ഞമ്മേ,
ആ കേസിന്റെ അന്വേഷണ ചുമതല സുഗുണപാലനാണെന്ന് ജേട്ടനോട് പറയേണ്ടി വന്നു. അയ്യോ, ഇതിപ്പോ ആകെ കുഴപ്പത്തിലാകുമെന്ന എന്റെ സംശയം. എനിക്ക് നല്ല പേടിയുണ്ട് കുഞ്ഞമ്മേ. ജേട്ടൻ ഈ കേസിന് പിന്നാലെ ഇറങ്ങി തിരിച്ചാ ഇതുവരെ നമ്മൾ മറച്ചു വെച്ച സത്യം ജേട്ടൻ അറിയും. അരുന്ധതിയുടെ വീടാണെന്ന് സുഗുണപാലിന് മനസ്സിലായി കാണില്ലേ മോളെ? അത് തന്നെ കുഞ്ഞമ്മ എന്റെ പേടി. അയാൾക്കത് മനസ്സിലായി. അയ്യോ, നേരാണോ മോളെ? അത് മാത്രമല്ല കുഞ്ഞമ്മ, അരുന്ധതിയോട് അയാൾ അവിടെ വെച്ച് സംസാരിക്കുകയും ചെയ്തു. ഇനി ജേട്ടനെ കാണുമ്പോ വൈരാഗ്യം തീർക്കാൻ വേണ്ടി അയാൾ ഈ സത്യം വിളിച്ചു പറയൂന്ന് പേടിച്ചിരിക്കുവാ ഞാൻ. അയ്യോ, അവനതറിഞ്ഞോ? പിന്നെ ജേട്ടനെ നമുക്ക് തടയാൻ പറ്റില്ല കുഞ്ഞമ്മ. ജേട്ടൻ അരുന്ധതിയെ വീണ്ടും കാണും. മോളെ, എന്റെ ഭർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. ഞങ്ങൾക്കിടയിലേക്ക് ഇനി അവള് കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല കുഞ്ഞമ്മ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അമ്മ കിടന്നില്ലേ? ഇല്ല, ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യാൻ മറന്നു. മോള് ചെല്ല്. അമ്മയൊന്ന് നിന്നേ. എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എത്ര നാൾ അമ്മ ഇങ്ങനെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കും? ഇനിയെങ്കിലും അമ്മ സംസാരിച്ചേ മതിയാവും. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല. എന്നോട് അമ്മയൊന്നും പറയണ്ട. പക്ഷേ കോടതിയിൽ അമ്മയ്ക്ക് എല്ലാം പറയേണ്ടി വരും. കോടതിയിലോ? എന്താ, നിയമം അമ്മയെ മാത്രം വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? മകൻ ചെയ്ത തെറ്റിന് കൂട്ടുനിന്ന അമ്മയും കൂട്ടുപ്രതി തന്നെയാണ്. രണ്ടുപേർക്കും ഒരേ ശിക്ഷ കിട്ടും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ കോടതിയിൽ എന്ത് പറയാനാ ഞാൻ പോകുന്നത്? അത് നിയമത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാ അങ്ങനെ പറയുന്നത്. അമ്മ, ഈ വീട്ടിൽ വെച്ച് അവളെ കാണാതായത് അത് അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാലൊന്നും കോടതി വിശ്വസിക്കില്ല. അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെടും. അതിന് പറ്റിയില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. 14 ദിവസത്തിനകം എമിലിയെ കോടതിയിൽ ഹാജരാക്കാനാ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിന് അമ്മയുടെ മോന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതൊരു മാൻ മിസ്സിംഗ് കേസായിരിക്കില്ല, കൊലപാതക കേസായി മാറും. നീ എന്താ എന്നെ ഭയപ്പെടുത്തുകയാണോ? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഇത്ര ആവേശത്തോടെ ഇതിന് പിന്നാലെ നടക്കുന്നത്? ആ പെണ്ണ് നിന്റെ ആരാ? എന്റെ ആരുമല്ല, പക്ഷേ ഒരു പെണ്ണല്ലേ അമ്മ. അമ്മയും എന്നെയും പോലെ എല്ലാ ആഗ്രഹങ്ങളുള്ള ഒരു പെണ്ണ്. അവൾക്ക് എന്തേലും സംഭവിച്ചത് ഈ വീട്ടിൽ വെച്ചാണെങ്കിൽ എമിലിയുടെ അച്ഛന്റെ അമ്മയുടെയും സങ്കടം അമ്മ നേരിട്ട് കണ്ടതല്ലേ? അമ്മയെ കരച്ചിൽ കേട്ടതല്ലേ? അവൾക്ക് എന്താണ് പറ്റിയതെന്നെങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും അറിയണ്ടേ? അവരുടെ കണ്ണീരിന് സമാധാനം പറയാതെ പോവാൻ പറ്റില്ലമ്മേ. മോന് മാത്രമല്ല, അമ്മയ്ക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അമ്മയും കുടുങ്ങും. മകന്റെ കൂടെ ജയിലിലേക്ക് പോവുക തന്നെ ചെയ്യും. അവളിപ്പോ ജീവിച്ചിരിപ്പുണ്ടെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? മോളെ, ഇല്ല അല്ലേ? മോളെ, ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല. ഇത് ഞാൻ വിശ്വസിക്കണം? വിശ്വസിക്കണം. അവന്റെ കൂടെ ഏതോ ഒരു പെണ്ണുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയാറുന്നുള്ളൂ. ഞാൻ ഡൽഹിയിലായിരുന്നു ആ സമയത്ത്. അവിടുത്തെ വീടൊക്കെ വിറ്റ് ഇവിടേക്ക് വന്നപ്പോഴേക്ക് അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അത് സിദ്ധാർത്ഥൻ പറഞ്ഞതല്ലേ? അതെ, അവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞത്. എനിക്കത് മാത്രമേ അറിയൂ. മോളെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ പറയുന്ന സത്യമാ മോളെ. അവക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല മോളെ. ഇനി അതല്ല, ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ അതും അനുഭവിക്കാം. എന്റെ മകന് വേണ്ടിയല്ലേ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? ഹലോ മെറ്റിൽഡ. ഹലോ ചേച്ചി. അതെ, ഇപ്പൊ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് മാത്രം കേട്ടാ മതി. എനിക്ക് നാളെ നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. എന്താ ചേച്ചി?
നൗഫലിന്റെ കാര്യത്തിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ശരി, അപ്പൊ നാളെ കാണാം. ढेरे